ഒരാൾ. ഇതാണ് രണ്ടാമത്തെ കാര്യം. അതായത് നിങ്ങളുടെ മെസ്സേജിനായി കാത്തിരിക്കുന്ന ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കും. അതൊരു സുഹൃത്താവാം, സഹപാഠിയാവാം, അല്ലെങ്കിൽ ഒരു ക്രഷ് ആവാം, എങ്ങനെ വേണമെങ്കിൽ ആവാം. ഈ രണ്ടാമത്തെ കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര ബിസി ആയാലും നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കുന്ന, നിങ്ങളുടെ ഒരു മെസ്സേജ് കണ്ടാൽ പുഞ്ചിരിക്കുന്ന ഒരു വ്യക്തി. പലപ്പോഴും അവരാദ്യം മെസ്സേജ് അയക്കാറില്ല, കാരണം റിജക്ഷനെ ഭയപ്പെടുന്നു. കാരണം വെച്ചാല് അവർ മെസ്സേജ് തുടങ്ങിയിട്ട് അത് നമ്മള് ഇപ്പോൾ ഞാനാണ് ആ വ്യക്തി എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാകുമല്ലോ എന്ന്. അപ്പൊ അതുകൊണ്ട് റിജക്ഷൻ പേടിച്ചുകൊണ്ട് ആ സംഭവം ചെയ്യില്ല, ആദ്യം സ്നേഹിക്കുകയാണെന്നാണ്. പക്ഷെ അവര് നിങ്ങളെ സ്നേഹം കാത്തിരിക്കുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെ ആളുണ്ടെങ്കിൽ തേടി പിടിക്കാം, അതായത് ഒരാളെ കൂടെ കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലെക്കാണ് നിങ്ങളുടെ എന്നുള്ളത്. ഇനി നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരാൾ. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും, പക്ഷെ ഓർമ്മകളിൽ നിന്ന് അല്ല. ഒരിക്കൽ ദിവസവും സംസാരിച്ചിരുന്ന ഒരാൾ ഇപ്പോൾ സംസാരിക്കാറില്ല, പക്ഷെ അവർ ഇന്നും നിങ്ങളെ ഓർക്കുന്നുണ്ടാകാം. അവർ നിങ്ങളുടെ സ്റ്റാറ്റസ് കാണും, നിങ്ങളുടെ അപ്ഡേറ്റ് ശ്രദ്ധിക്കും, മെസ്സേജ് അയക്കാൻ മടിക്കും. കാരണം സമയം മാറി, ബന്ധങ്ങൾ മാറി, എന്നാൽ വികാരങ്ങൾ ചിലപ്പോൾ മാറില്ല എന്നുള്ളതാണ്. സോ മൂന്നാമത്തെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ മിസ് ചെയ്യുന്ന ഒരാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആൾ അനുഭവിക്കുന്ന ഒരു പെയിൻ അത് ചെറിയ കാര്യമല്ല. കാരണം നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ കാരണം ഒരു വ്യക്തി പോലും സങ്കടപ്പെട്ടിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ? ഓക്കെ, അപ്പോ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും മനസ്സിലൊരു എന്താ പറയാ, ഒരു നല്ലൊരു പ്രവൃത്തിയാണെന്ന് ഞാൻ പറയും. പക്ഷെ അങ്ങനെ ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് ഞാൻ പറയും. കാരണം വെച്ച് കഴിഞ്ഞാല് ശരിക്കും ഒരു വ്യക്തി എന്തുകൊണ്ടായിരിക്കും ഇഷ്ടപ്പെടുന്നത്? അത് ആളുടെ മാത്രം കുറ്റമാണോ? പലപ്പോഴും റിജക്ഷൻ വരുമ്പോ ഗേൾസ് പറയുന്നൊരു കാര്യമാണ് എന്തിനാണ് ശല്യപ്പെടുത്തുന്നത് എന്നുള്ളത്. പക്ഷെ ആളുകളുടെ ഫീലിങ്സും ആളുടെ യഥാർത്ഥ ഒരു മെന്റാലിറ്റി നമുക്ക് മനസ്സിലാവാറില്ല എന്നുള്ളതാണ്. ബിക്കോസ് നമ്മളെപ്പോഴും നമ്മളുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. ഇവൻ ഞാനായാൽ പോലും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ